ലൂസിഫറിൽ നിന്നും എമ്പുരാനിലേക്ക് മലയാളി പ്രേക്ഷകനെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിച്ച ഒരു ത്രില്ലർ മൂവിയാണ് ലൂസിഫർ. മുരളി ഗോപി എഴുതിയ കഥയെ ഇത്ര കണ്ട് ആഘോഷിക്കാൻ ഉതകുന്ന രീതിയിൽ അഭ്രപാളിയിൽ എത്തിച്ചത് പൃഥ്വിരാജ്. സിനിമ കാണുമ്പോൾ രാജീവ് ഗാന്ധിയെയും രാഹുൽ, പ്രിയങ്ക എന്നിവരെയുമൊക്കെ നാം ഓർത്തേക്കാം. അതൊക്കെ യാദൃച്ഛികം മാത്രം. എന്നാൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങൾ, സ്വർണം ഉൾപ്പെടെയുള്ള കള്ളക്കടത്ത്, ഫണ്ടിങ്, മയക്കുമരുന്ന് തുടങ്ങിയവയെല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ. മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാലും, പ്രിയദർശിനിയായി മഞ്ജു വാര്യരും, ജതിൻ രാംദാസായി ടൊവിനോയും, ഗോവർദ്ധനായി ഇന്ദ്രജിത്തും, വർമ്മസാറായി സായികുമാറും ലൂസിഫറിൽ നിറഞ്ഞാടി. എമ്പുരാനിലും ഈ താരമികവ് പ്രതീക്ഷിക്കാം. ഉപദേശം കൊള്ളാൻ വർമ്മസാറേ, പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ന ഡയലോഗ് ഏവർക്കും പരിചിതമാണ്. ഇത് പറയുമ്പോൾ ബാക്കി എന്താണെന്ന് മലയാളികൾക്കെല്ലാം ഇപ്പോൾ അറിയാം. ഗോവർദ്ധൻ ചോദിക്കുന്നത് പോലെ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നതിൻ്റെ ചെറിയ അന്വേഷണം മാത്രമായിരുന്നു ലൂസിഫറിൽ. ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് അപ്സ്റ്റാർട്ട് ഓഫ് കണ്ടംപററി പൊളിറ്റിക്സ്. നെടുമ്പള്ളിയാണോ ഖുറേഷി അബ്രഹാമാണോ എമ്പുരാനിൽ മുഴച്ചു നിൽക്കുക എന്ന് കാത്തിരുന്ന് കാണാം. യുദ്ധം ഇപ്പോൾ നന്മയും തിന്മയും തമ്മിലല്ല, ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണ് എന്ന് നെടുമ്പള്ളിയിലൂടെ മുരളി ഗോപി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 100% നല്ല ആളുകളില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. റഷ്യ വരെ ലൊക്കേഷനായിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ അതിലും വിദൂരതയിലേക്ക് പോകുമെന്ന് കരുതാം. ലൂസിഫറിൽ നിന്നും എമ്പുരാനിലേക്ക് എന്നതുപോലെ പുതിയ മോഹൻലാലിൽ നിന്നും പഴയ മോഹൻലാലിലേക്കുള്ള മാറ്റവും പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്.